ആറന്മുളയിൽ വിമാനത്താവളത്തിന്റെ പേരിൽ അനധികൃതമായി നികത്തിയ കരിമരം തോട്ടിലെ മണ്ണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നീക്കം ചെയ്തു തുടങ്ങിയത്. തോട്ടിലെ മണ്ണ് 6 മാസം കൊണ്ട് പൂർണ്ണമായും നീക്കം ചെയ്ത് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതനുസരിച്ച് 2015 ജൂണിൽ തോട് മണ്ണിട്ട് നികത്തിയ മൗണ്ട് സിയോൺ ട്രസ്റ്റ് ചെയർമാൻ ഏബ്രഹാം കലമണ്ണിൽ സ്വന്തം ചെലവിൽ മണ്ണെടുപ്പ് ആരംഭിച്ചെങ്കിലും 52 ദിവസങ്ങൾക്ക് ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് മണ്ണെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച ഏബ്രഹാം കലമണ്ണിലിനും KGS കമ്പനിക്കും എതിരെ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശ്രീ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞത് ഞാൻ മണ്ണ് നീക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ഇവിടെ നിക്ഷേപിക്കേണ്ട മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കണമെന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ആ ഒരു സ്ഥലം വെറുതെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു വർക്കിന് വേണ്ടിയാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലൊരു ലീഗൽ ഒപ്പീനിയൻ ഇവിടുന്ന് വാങ്ങിയിരുന്നു ലോ ഓഫീസറുടെ. ഇപ്പോൾ എബ്രഹാം കലമണ്ണിലിനും KGSനും നോട്ടീസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പാണ് ഇത് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആറന്മുളയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കരിമരം തോട്ടിൽ അനധികൃതമായി മണ്ണിട്ട് നികത്തിയ 6.5 ഏക്കർ ഭാഗത്തെ മണ്ണാണ് ഡിസംബർ മാസത്തിനകം നീക്കം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ 1/2 ഏക്കർ സ്ഥലത്തു നിന്നും 1900 ലോഡ് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. 6 ഏക്കറോളം ഭാഗത്തെ മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട്. എടുക്കുന്ന മണ്ണ് ഇടാൻ സ്ഥലമില്ലെന്ന കാരണം പറഞ്ഞ് മണ്ണെടുപ്പ് അട്ടിമറിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.